രക്തസ്രവക്കാരിയോട് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു നോ ഹോപ്പ്, മരിക്കും. രക്തസ്രവക്കാരി അടുത്ത ഡോക്ടറിനെ കാണാൻ പോവാ. സമ്പത്തെല്ലാം പോയിട്ടും, കാരണം ചില ആളുകൾക്കുണ്ട്, അവർക്കൊരു ബുൾഡോഗ് ഫെയ്ത്ത് ഉണ്ട്. അത് അമേരിക്കൻ എക്സ്പ്രഷനാണ്. ബുൾഡോഗ് എന്ന് പറഞ്ഞാൽ ഒരുത്തനെ അത് ലോക്ക് ചെയ്താൽ പിന്നെ വിടത്തില്ല, പുറകെ നിൽക്കും. അതിനെ തൊഴിച്ചാലും വിടത്തില്ല, അതിന് പരുക്ക് പറ്റിയത് പുറകെ നിൽക്കും. ഇതുപോലൊരു ഫെയ്ത്ത് നമുക്ക് വേണം. ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ചാൾസ് ഫിന്നയുടെ അനുഭവം വായിച്ച് 1930കളിലോ 40കളിലോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമുണ്ട്, ഈ ജീവിതം എനിക്ക് വേണം. ഇത് ഞാൻ കണ്ടെത്തിയില്ല എങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല. അദ്ദേഹം ഒരു ദിവസം മുറിക്കകത്ത് കയറി. ആ ചെറുപ്പക്കാരനെ മുറിക്കകത്ത് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുന്ന മണവും ശബ്ദവും കേട്ടപ്പോൾ പുള്ളിക്ക് കൊതി ഇളകി. പുള്ളി നേരത്തെ ചെയ്യുന്ന പോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഭക്ഷണം കഴിക്കാൻ മേശപ്പുറത്തിരുന്നു. ഭക്ഷണം വായിലോട്ട് വെച്ചപ്പോൾ പാപബോധം ഉണ്ടായി. അദ്ദേഹം ഭക്ഷണം താഴെ വെച്ചു. ആ മുറിക്കകത്ത് കയറിപ്പോയിട്ട് പറഞ്ഞു, ലോക്ക് മീ, ഐ വിൽ നോട്ട് കം ഔട്ട് അൺടിൽ ഐ മീറ്റ് ഗോഡ്. ദൈവമായിട്ടൊരു കൂട്ടിമുട്ടൽ ഉണ്ടാകാതെ ഇറങ്ങി വരത്തില്ല. അദ്ദേഹം പറയുന്നത്, മണിക്കൂറാണോ ദിവസമാണോ മാസമാണോ കഴിഞ്ഞു പോയത് എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അല്പം കഴിയുമ്പോൾ എൻ്റെ മുറി മുഴുവൻ പ്രകാശം കൊണ്ട് നിറയുന്നു. യേശു എൻ്റെ മുൻപിൽ ഇറങ്ങി വന്നു. യേശു 13 കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഈ 13 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നാൽ നീ അത്ഭുതങ്ങളിൽ ജീവിക്കും. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് ആസ അലോൺസോ അലൻ, A. അലൻ. യൂട്യൂബ് തുറന്നു നോക്കിയാൽ കാണാം. ഒടിഞ്ഞവനെ ചവിട്ടി നൂർക്കുന്ന ശുശ്രൂഷ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ പിശാച് കാണിക്കുന്നതിനേക്കാൾ വാശി തിരിച്ചു പിടിക്കാൻ നീ കാണിക്കണം.